നമ്മളിന്ന് നമ്മുടെ ധ്യാനത്തിൻ്റെ പ്രാരംഭമായി നമ്മളൊരു തിരുവചനം വായിച്ച് നമ്മൾ ആരംഭിക്കുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത്. വെയിലാറിയപ്പോൾ ദൈവമായ കർത്താവ് തോട്ടത്തിൽ ഉലാത്തുന്നതിൻ്റെ ശബ്ദം അവർ കേട്ടു. പുരുഷനും ഭാര്യയും അവിടുത്തെ മുൻപിൽ നിന്ന് മാറി തോട്ടത്തിൻ്റെ മരങ്ങൾക്കിടയിൽ ഒളിച്ചു. അവിടുന്ന് പുരുഷനെ വിളിച്ച് ചോദിച്ചു, നീ എവിടെയാണ്? അവൻ മറുപടി പറഞ്ഞു, തോട്ടത്തിൽ അവിടുത്തെ ശബ്ദം ഞാൻ കേട്ടു. ഞാൻ നഗ്നനായതുകൊണ്ട് ഭയന്ന് ഒളിച്ചതാണ്. അവിടുന്ന് ചോദിച്ചു, നീ നഗ്നനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷത്തിൻ്റെ പഴം നീ തിന്നോ? അവൻ പറഞ്ഞു, അങ്ങ് എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ ആ മരത്തിൻ്റെ പഴം എനിക്ക് തന്നു, അത് ഞാൻ തിന്നു. ദൈവമായ കർത്താവ് സ്ത്രീയോട് ചോദിച്ചു, നീ എന്താണ് ഈ ചെയ്തത്? അവൾ പറഞ്ഞു, സർപ്പം എന്നെ വഞ്ചിച്ചു, ഞാൻ പഴം തിന്നു. അനന്തരം അവിടുന്ന് പറഞ്ഞു, മനുഷ്യനിതാ നന്മയും തിന്മയും അറിഞ്ഞ് നമ്മിലൊരുവനെ പോലെയായിരിക്കുന്നു. ഇനി അവൻ കൈനീട്ടി ജീവൻ്റെ വൃക്ഷത്തിൽ കൂടെ നിന്ന് പറിച്ചു തിന്ന് അമർത്യനാകാൻ ഇടയാകരുത്. കർത്താവ് അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി മണ്ണിൽ നിന്നെടുത്ത മനുഷ്യനെ മണ്ണിനോട് മല്ലിടാൻ വിട്ടു. മനുഷ്യനെ പുറത്താക്കിയതിന് ശേഷം ജീവൻ്റെ വൃക്ഷത്തിലേക്കുള്ള വഴി കാക്കുവാൻ ഏദൻ തോട്ടത്തിന് കിഴക്ക് അവിടുന്ന് കെരൂബുകളെ കാവൽ നിർത്തി. എല്ലാ വശത്തേക്കും കറങ്ങുന്നതും തീ ജ്വലിക്കുന്നതുമായ ഒരു വാളും അവിടുന്ന് സ്ഥാപിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. നമ്മൾ ഇന്നലെ ധ്യാനിച്ചത് ദൈവസ്നേഹത്തെ പറ്റിയാണ് അല്ലേ? ഇന്ന് ഞാൻ പ്രാരംഭത്തിൽ നിങ്ങളോട് അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ഇന്നത്തെ ധ്യാനവും പോകുന്നത്. ഇന്നലെ നമ്മൾ ദൈവസ്നേഹത്തെപ്പറ്റി പൂർണ്ണമായിട്ട് ധ്യാനിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് എനിക്ക് പണി എളുപ്പമാണ്. പെട്ടെന്ന് ധ്യാനം തീർത്ത് നിങ്ങളെ വീട്ടിലോട്ട് പറഞ്ഞു വിടാൻ സാധിക്കും. കാര്യം ചില ചിന്തകൾ ഇന്നലത്തെ ധ്യാനത്തിൻ്റെ ഒരു കണ്ടിന്യൂവേഷനായിട്ട് മാത്രമാണ് നമ്മൾ കേൾക്കുന്നത്. നമ്മൾ വായിച്ചത് ഉൽപ്പത്തി പുസ്തകത്തിലെ വായനയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് മനുഷ്യൻ ചെയ്യുന്ന ആദ്യത്തെ പാപമാണ് നമ്മൾ വായിച്ചു കേട്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ അത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു ടോപ്പിക്കാണ് നമ്മളിന്ന് ധ്യാനിക്കുന്നത്. പാപവും അതിനുള്ള പരിഹാരവുമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. നാളെ നമ്മൾ കുമ്പസാരം എന്ന വിശുദ്ധ കൂദാശ സ്വീകരിക്കുകയാണ്. അതിനൊരുക്കമായിട്ട് നമ്മുടെ ഉള്ളിലെ ഈ പാപത്തിൻ്റെ മേഖലകളെപ്പറ്റി നമ്മൾ പല ആവർത്തി നമ്മൾ ധ്യാനിച്ചിട്ടുള്ളതാണ്, പ്രാർത്ഥിച്ചിട്ടുള്ളതെങ്കിലും പാപത്തിൻ്റെ ഈ മേഖലയെപ്പറ്റി ഒരു റിഫ്രഷ്മെൻറ്റ് മാത്രമാണ് നമ്മൾ ഈ ധ്യാനത്തിലൂടെ നമ്മൾ ഈ അവസരത്തിൽ നമ്മൾ ചെയ്യുന്നത്. നമ്മളിന്ന് വായിച്ച് കേട്ട ഈ വചനഭാഗം അതിനൊരു തലക്കെട്ടുണ്ട്. ആരെങ്കിലും ആ തലക്കെട്ട് ഓർക്കുന്നവരുണ്ടോ? പഴയ നിയമത്തിലാണ്, 3-ാം അധ്യായത്തിലാണ് ആ തലക്കെട്ട്. മനുഷ്യൻ ആദ്യമായിട്ട് പാപം ചെയ്യുന്ന ഒരു വചനഭാഗമാണ്. അതിൻ്റെ തലക്കെട്ട് മനുഷ്യൻ്റെ പാപം എന്നൊന്നുമല്ല അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഒത്തിരി ചിന്തിപ്പിക്കുന്ന ഒരു തലക്കെട്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ആർക്കെങ്കിലും അറിയാവുന്നവരുണ്ടോ? ഇല്ല. മനുഷ്യൻ്റെ പതനമെന്നാണ് അതിലെഴുതിയിരിക്കുന്നത്. മനുഷ്യൻ്റെ ഇത്ര ഉള്ളൂ വെച്ചാൽ മനുഷ്യൻ്റെ പതനമെന്നാണ്. പതനം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം. താഴേക്കുള്ളൊരു വീഴ്ചയാണ്. ഒരു വലിയ ഉയർച്ചയിൽ നിന്ന് താഴേക്ക് വീഴുന്നതിനെയാണ് നമ്മൾ പതനമെന്ന് പറയുന്നത്. എവിടെയോ വലിയൊരു സ്ഥലത്തായിരുന്നു അതിൽ നിന്ന് താഴേക്ക് വീണു. മനുഷ്യൻ്റെ പതനമെന്ന് ദൈവം അവിടെ പറയുന്നതിന് ഒത്തിരി അർത്ഥതലങ്ങളുണ്ട്. എവിടെ നിന്നാണ് മനുഷ്യൻ താഴേക്ക് പതിച്ചത്? എവിടെ നിന്നാണ് മനുഷ്യൻ താഴേക്ക് പതിച്ചത്? സ്വർഗത്തിൽ നിന്ന് താഴേക്ക് എടുത്തിട്ടു. ഓക്കെ, കുഴപ്പമില്ലാത്ത ഉത്തരം. പിന്നെന്താ? പറുദീസായിൽ നിന്ന്. നല്ല ഉത്തരം. പറുദീസായിൽ നിന്നുള്ള മനുഷ്യൻ്റെ പതനം. പിന്നെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എങ്ങനെയാണ്? ഛായയിലും സാദൃശ്യത്തിലും. അതിൽ നിന്നുള്ള പതനമാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് സ്വന്തം ഛായയിലും സ്വന്തം സാദൃശ്യത്തിലുമാണ്. സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ അത് നഷ്ടപ്പെടുത്തിയതിൻ്റെ ഒരു പതനമാണ് മനുഷ്യൻ്റെ ആദ്യത്തെ പാപം. ഈ മനുഷ്യനെ ദൈവം മണ്ണ് കൊണ്ടുണ്ടാക്കിയിട്ട് അവൻ്റെ നാസാദ്രങ്ങളിൽ ദൈവം എന്താ ഊതിക്കൊടുത്തത്? ദൈവത്തിൻ്റെ ജീവശ്വാസം. ദൈവത്തിൻ്റെ ജീവശ്വാസം. അതിൽ നിന്നുള്ള പതനമാണ്. വെറും മണ്ണായിരുന്ന മനുഷ്യനെ പരിശുദ്ധാത്മാവാകുന്ന അരൂപി അവൻ്റെ ഹൃദയങ്ങളിലേക്ക് ദൈവം നിശ്വസിച്ചതിന് ശേഷം ആ അരൂപിയെ അവൻ നഷ്ടപ്പെടുത്തി കളയുന്ന അതിൽ നിന്നുള്ള പതനമാണ്. പിന്നെ സൃഷ്ടിയുടെ മകുടമായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. സൃഷ്ടിയുടെ മകുടമായിട്ട്. അതിന് ഉദാഹരണം നിങ്ങൾക്ക് ബൈബിളിൽ നിന്ന് തന്നെ കണ്ടെത്താൻ സാധിക്കും. എങ്ങനെയാണ് സൃഷ്ടികളുടെ മകുടമെന്ന് മനുഷ്യനെ വിളിക്കാനുള്ള കാരണം? എന്തുകൊണ്ടായിരിക്കാം ഈ സൃഷ്ടികളുടെയൊക്കെ മകുടമെന്ന് വിളിക്കാനുള്ള കാരണം? ഒത്തിരി സൃഷ്ടികളുണ്ടല്ലോ. നമ്മൾ സൃഷ്ടിയാണ്. മരങ്ങൾ, മലകൾ, ജീവജാലങ്ങൾ എല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. അതിൽ നമ്മൾ മകുടമെന്ന് വിളിക്കാനുള്ള കാരണം എന്താണ്?
ഇതൊന്നുമല്ല, വലിയൊരു കാരണമുണ്ട്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിട്ട് ദൈവം ഒരു കാര്യം ചെയ്തു. ഈ സൃഷ്ടിച്ചതെല്ലാം മനുഷ്യനെ കാണിച്ചു കൊടുത്തിട്ട് ദൈവം പറയുന്ന ഒരു കാര്യമാണ്, നീ ഇതിനൊക്കെ പേരിടാൻ. സാധാരണ കൊച്ചിന് പേരിടുന്നത് ആരാ? അപ്പുറത്തെ വീട്ടിലെ ചേട്ടനാണോ? എടാ നിൻ്റെ കൊച്ചിന് ഇന്ന പേരങ്ങിട്ടേര്, എനിക്ക് കേൾക്കാൻ നല്ല രസമുണ്ട്, നമ്മളിടുവോ? നമ്മുടെ കൊച്ചിന് പേരിടുന്ന ആരാ? എപ്പോഴാണ് കൊച്ചിന് പേരിടുന്നത്? പുറത്തോട്ട് വന്നു കഴിയുമ്പോഴാണോ? കണ്ടിട്ട് ഈ ഒരു പേരാ തോന്നുന്നത് അല്ലേ? അങ്ങനെയാണോ പേരിടുന്നത്? ഇന്നിപ്പോൾ കുറേ വെറൈറ്റി പേരൊക്കെ ഉണ്ട്. നമ്മൾ പേര് പറഞ്ഞാൽ അർത്ഥമൊന്നും മനസ്സിലാകാത്ത സൈസ് പേരുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ ഒരമ്മ കൊച്ചിനെ ഉദരത്തിൽ വഹിക്കുമ്പോഴേ പേരൊക്കെ കണ്ടുവച്ചിരിക്കുക. ആൺകൊച്ചാണെങ്കിൽ ഇന്ന പേര്, പെൺകൊച്ചാണെങ്കിൽ ഇന്ന പേര്. വളരെ ആഗ്രഹിച്ചാണ് നമ്മൾ പേരിടുന്നത്. നമ്മുടെ ഓണർഷിപ്പാണത്. എൻ്റെ കുഞ്ഞാണ്, എൻ്റെ ചോരയിൽ നിന്ന് പിറന്നവനാണത്. ഇതെല്ലാം ദൈവം സൃഷ്ടിച്ചിട്ട് പേരിടാൻ കൊടുത്ത അവകാശം ആർക്കാ? മനുഷ്യനാണ്. ഇതിൻ്റെ എല്ലാം ഉടമസ്ഥത യഥാർത്ഥത്തിൽ ദൈവം മനുഷ്യന് കൈമാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സൃഷ്ടിയുടെ മകുടമെന്നാണ് തീർച്ചയായിട്ടും മനുഷ്യനെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത്. ആ സൃഷ്ടിയുടെ മകുടത്തിൽ നിന്നും മനുഷ്യൻ പതിച്ച് താഴേക്ക് വീഴുകയാണ്. പിന്നെ ഒരു കാര്യത്തിൽ നിന്ന് കൂടെ മനുഷ്യൻ താഴേക്ക് വീഴുകയാണ്. ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിൽ നിന്ന് മനുഷ്യൻ താഴേക്ക് വീഴുകയാണ്. ഈ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വാതന്ത്ര്യം എന്തും ചെയ്യാനുള്ള അവകാശം അല്ലേ? എന്തും ചെയ്യാനുള്ള അവകാശം, അതാണോ സ്വാതന്ത്ര്യം? അതോടെ നിൽക്കട്ടെ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതല്ലേ? ഓക്കെ, ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിൽ ഇവർ ജീവിച്ചു എന്നതിനുള്ള തെളിവ് വല്ലതും ഉണ്ടോ? അച്ഛൻ ഈ പറയുന്ന മാത്രമേ ഉള്ളൂ, തെളിവ് വല്ലതും വേണ്ടേ? ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായം 7-ാം വാക്യത്തിൽ നമ്മൾ കാണുന്ന ഒരു വചനഭാഗമുണ്ട്. തങ്ങൾ നഗ്നരാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. അതെപ്പോഴാണ് തിരിച്ചറിഞ്ഞത്? ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോഴോ? പാപം ചെയ്തപ്പോൾ തിരിച്ചറിഞ്ഞു ഞങ്ങൾ നഗ്നരാണെന്ന്. അന്ന് അവരുടെ ദൈവമക്കളുടെ സ്വാതന്ത്ര്യം അങ്ങ് മാറ്റുക. നമ്മൾ ഈ കുഞ്ഞു പിള്ളേരുടെ കാര്യം പറയാറില്ല, സ്വാതന്ത്ര്യം ഉള്ളപ്പോൾ അവർ ഡ്രസ്സൊന്നും ഇടാതെ ഇങ്ങനെ ഓടി നടക്കും അല്ലേ? കാണുന്നവർക്കും കുഴപ്പമില്ല, കൊച്ചിനൊട്ടും കുഴപ്പമില്ല. പക്ഷേ ഇച്ചിരി വളർന്നു കഴിയുമ്പോൾ കൊച്ചിന് മനസ്സിലാവും എന്തോ ഒരു പന്തികേടുണ്ടല്ലേ, എന്തോ എവിടെ ഒരു തകരാറുണ്ട്. അവൻ്റെ സ്വാതന്ത്ര്യം അവിടെ പോവുകയാണ്. ഈ വചനത്തിൽ സുവിശേഷത്തിലല്ല നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കണ്ണോടിക്കുമ്പോൾ ഇതുപോലെ നഗ്നനായി ദൈവത്തെ സ്തുതിക്കുന്ന ഒരു മനുഷ്യനെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ആർക്കെങ്കിലും പേരറിയാവോ? നഗ്നനായി ദൈവത്തെ സ്തുതിക്കുന്ന ഒരു മനുഷ്യനെ. ആരാ? ദാവീദ് രാജാവ് ദൈവത്തെ പറ്റിയുള്ള വലിയ സ്നേഹത്തിൻ്റെ പ്രതിഫലനമായിട്ട് പെട്ടെന്ന് അദ്ദേഹം വസ്ത്രം പോലും ഇട്ടിട്ടില്ലെന്നുള്ള ആ ബോധമൊക്കെ മറന്ന് അദ്ദേഹം നഗ്നനായി ദൈവത്തിൻ്റെ വാഗ്ദാന പേടകത്തിന് മുൻപിൽ അദ്ദേഹം നൃത്തം ചെയ്യുന്ന അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ വന്നാ പറയുന്നത്, എവിടോ മനുഷ്യനാ, ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ ഡാൻസ് കളിക്കടോ. അതുപോലും ദാവീദ് രാജാവ് മറന്നു പോവുകയാണ്. ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് അദ്ദേഹം പ്രവേശിക്കുകയാണ്. അതുപോലെ ഒരു സ്വാതന്ത്ര്യത്തിലായിരുന്നു നമ്മുടെ ആദ്യ മാതാപിതാക്കൾ ജീവിച്ചിരുന്നത്. അതവർ നഷ്ടപ്പെടുത്തിയത് എപ്പോഴാണ്? പാപം ചെയ്തപ്പോൾ. തങ്ങൾ നഗ്നരാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. ഏറ്റവും ഒടുവിൽ ഈ പതനമെന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞത് തന്നെയാണ്, പറുദീസായുടെ സുരക്ഷിതത്വത്തിൽ നിന്നുള്ള പതനമാണ്. ഇത്രയും മേഖലകളിൽ നിന്നാണ് ഒരു ചെറിയ പാപത്തിലൂടെ മനുഷ്യൻ താഴേക്ക് വീഴുന്നത്. അന്ന് മുതൽ മനുഷ്യന് ഈ പറുദീസയുടെ അനുഭവം നഷ്ടപ്പെടുകയാണ്. എന്താണ് പറുദീസ എന്നുള്ള ആ ഒരു ചിന്ത അല്ലെങ്കിൽ ആ ഒരു സൗഭാഗ്യം എന്താണെന്ന് അവരുടെ ഓർമ്മയിൽ നിന്ന് പോലും അത് മാറ്റപ്പെടുകയാണ്. അതുകൊണ്ട് ഈ പാപത്തിലൂടെ, ഓരോ പാപത്തിലൂടെയും നമ്മളും ഈ പറുദീസ അനുഭവം നഷ്ടപ്പെടുത്തി കളയുകയാണെന്നുള്ളൊരു തേങ്ങൽ നമുക്കുണ്ടാകണം. പക്ഷെ നമ്മൾ ഓരോ പാപം ചെയ്യുന്നതും എന്തോ വലിയ ആനന്ദത്തോടു കൂടിയാണല്ലേ. അത് ഈ ആദ്യ മാതാപിതാക്കൾക്ക് ഉണ്ടായിരുന്ന പറുദീസ അനുഭവം എന്താണെന്ന് മനസ്സിലാകാത്തത് കൊണ്ടാണ്. നമ്മൾ പാപം ചെയ്യുന്നതിന് മുൻപും പാപം ചെയ്തതിന് ശേഷവും നമുക്ക് പ്രത്യേകിച്ച് ഒരു ചിന്തയും ഒരു തോന്നലും ഉണ്ടാകാറില്ല. അതിൻ്റെ കാരണം ഇതുവരെ നമ്മൾ പറുദീസ അനുഭവം എന്താണ് അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സറിഞ്ഞൊന്ന് കുമ്പസാരിച്ച്, എൻ്റെ കർത്താവേ, എൻ്റെ ബലഹീനതകൾ ഇതാണ്, എൻ്റെ കുറവുകൾ ഇതാണ്, എൻ്റെ പോരായ്മകൾ ഇതാണ്, എൻ്റെ പാപത്തിൻ്റെ മേഖലകൾ ഇതാണ്, ഞാനത് അഡ്മിറ്റ് ചെയ്യുന്നു, ഞാനത് ഏറ്റുപറയുന്നു, നീ എടുത്തു മാറ്റണമേ എന്നിങ്ങനെയുള്ള ഒരു പൂർണ്ണമായ അനുതാപത്തോടു കൂടെ നമ്മളൊരു കുമ്പസാരം നടത്തി കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഈ പറുദീസ അനുഭവം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ പറുദീസ അനുഭവത്തിൽ ജീവിച്ച ഒരാൾ വീണ്ടും പാപം ചെയ്യുമ്പോൾ അവൻ്റെ ഉള്ളിലൊരു തേങ്ങൽ വരും, അവൻ്റെ ഉള്ളിലൊരു വിഷമം വരും. ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നാണല്ലോ ഞാൻ മാറ്റപ്പെട്ടത്, ഈ വലിയൊരു സന്തോഷത്തിൽ നിന്നാണല്ലോ ഞാൻ വിട്ടുപോകുന്നത് എന്നുള്ള ഒരു കുറ്റബോധമല്ല, ഒരു പശ്ചാത്താപം, ഉള്ളിലൊരു തേങ്ങൽ
നമ്മുടെ ഉള്ളിലുണ്ടാകും. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ആ തേങ്ങലോ ആ ഒരു വിഷമോ ഒന്നുമില്ലെങ്കിൽ നമ്മൾ അന്നും പ്രതീക്ഷയിലല്ല, ഇന്നും പ്രതീക്ഷയിലല്ലെന്ന് ചിന്തിച്ചോണം. അതുകൊണ്ട് നിങ്ങളെ തിരിച്ച് നഷ്ടപ്പെട്ടു പോയ പറുദീസയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ള വലിയ ഉദ്ദേശമാണ് നമ്മൾ ഇന്നത്തെ ഈ ധ്യാന വിചിന്തനത്തിലൂടെ പരിശ്രമിക്കുന്നത്. നമുക്ക് ഉണ്ടായിരുന്ന ആ വലിയ പറുദീസയുടെ സൗഭാഗ്യത്തിലേക്ക് ദൈവത്തോട് കൂടെയായിരിക്കാൻ, ദൈവമാകുന്ന ആ വലിയ സൗഭാഗ്യത്തെ അനുഭവിക്കാനുള്ള, നമ്മൾ നഷ്ടപ്പെട്ടു പോയ ആ ദൈവിക അനുഭവത്തെ വീണ്ടെടുക്കാനുള്ള ഒരു ഉണർവിൻ്റെ ഒരു നിമിഷമാക്കി നമ്മൾ ഇന്നത്തെ ഈ ധ്യാനം മനസ്സിലാക്കിയെടുക്കുകയാണ്. നമുക്കറിയാം, ഈ ദൈവാനുഭവത്തിൽ നമ്മളെ പിന്തിരിപ്പിക്കുന്നത് പാപമാണ്. എന്താണ് പാപം എന്ന് പറഞ്ഞാൽ എന്താണ് പാപം? പാപം അങ്ങനെ ഒന്നും ചോദിക്കരുത്. വേണമെങ്കിൽ ഒരു പാപം ചെയ്ത് കാണിക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ പാപമൊക്കെ ഒത്തിരി ചെയ്യുന്നവരാ, അത് എന്നാന്നൊന്നും ഞങ്ങളോട് ചോദിക്കരുത്. പാപം ചെയ്യുന്നവരാണ്, പക്ഷേ പാപം എന്നാന്നറിയാൻ പറ്റില്ല. എന്താണ് പാപം? ഈ കുഞ്ഞു പിള്ളേർ ഡെഫിനേഷൻ പഠിക്കുന്നതാണ് കൊച്ചു പ്രായത്തിൽ. എന്താണ് പാപം? അടി കിട്ടുന്നതാണോ പാപം? എന്തോ എല്ലാവർക്കും ഓരോ മൈക്കും കൂടെ തരാൻ പറയാം അടുത്ത ധ്യാനത്തിലൊക്കെ വരുമ്പം. ഒത്തിരി ഉത്തരങ്ങളൊക്കെ വരുന്നുണ്ട്, പക്ഷെ എനിക്ക് കേൾക്കാൻ വരാം. പാപം എന്താണ്? ചെയ്യേണ്ട നന്മ ചെയ്യാതിരിക്കുന്നതാണ് പാപം. കുഴപ്പമില്ല. പിന്നെ എനിക്കറിയാം നിങ്ങളെല്ലാവരും ഉത്തരം പറയത്തില്ല. എനിക്കൊട്ട് നല്ല ഉത്തരം പറഞ്ഞു തരാനും അറിയാത്തത് കൊണ്ട് ഞാൻ ആശ്രയിച്ചതാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം. ഇതിൽ പറഞ്ഞതൊന്നും തെറ്റല്ല. ഇത് മാർപ്പാപ്പമാരൊക്കെ വളരെ നാളുകളുടെ ചിന്തയുടെ ഫലമായിട്ട് അവർ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് അതിൽ പറയുന്ന ഒന്നും തെറ്റല്ല. അതുകൊണ്ട് പക്ഷേ ഇതിൽ പറയുന്ന നമുക്ക് പെട്ടെന്ന് വായിച്ചാൽ അത്ര മനസ്സിലാകത്തൊന്നുമില്ല. ഇച്ചിരി ഇരുത്തി വായിക്കണം. ഞാൻ ഇരുത്തി വായിച്ചതിൻ്റെ ഒരു ഫലമായിട്ട് പാപം എന്താണെന്ന് വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 1849 ഖണ്ഡികയിൽ നമ്മൾ വായിക്കുന്നത്, ചില വസ്തുക്കളോടുള്ള ക്രമരഹിതമായ സ്നേഹം മൂലം ദൈവത്തോടും അയൽക്കാരോടുമുള്ള യഥാർത്ഥ സ്നേഹത്തിലുണ്ടാകുന്ന പരാജയമാണ് പാപം. മനസ്സിലായവരൊരു ഹല്ലേലൂയ പറയാവോ? കുറച്ച് പേർക്ക് മനസ്സിലായിട്ടില്ല. അച്ഛൻ എഴുതി വയ്ക്കാൻ പറഞ്ഞിട്ടുമില്ല. ഇനിയിപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ പറഞ്ഞതോട് ഞാൻ വേണമെന്ന് ചോദിക്കാം ഇതെന്നാ പറഞ്ഞതെന്ന്. ഒന്നുകൂടെ ഞാനൊന്ന് പറഞ്ഞു തരാം, ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോണേ. ചില വസ്തുക്കളോടുള്ള ക്രമരഹിതമായ സ്നേഹം മൂലം ദൈവത്തോടും അയൽക്കാരോടുമുള്ള യഥാർത്ഥ സ്നേഹത്തിലുണ്ടാകുന്ന പരാജയമാണ് പാപം. ഇനി മനസ്സിലായവരൊന്ന് ഹല്ലേലൂയ പറയാവോ? ആദ്യത്തെ ഹല്ലേലൂയേക്കാൾ സൗണ്ട് കുറഞ്ഞു. ആദ്യം മനസ്സിലായവരും ഹല്ലേലൂയ നിർത്തി. എന്നാൽ നമുക്ക് ഘട്ടം ഘട്ടമായിട്ടൊന്ന് പഠിച്ചു നോക്കാം. എന്താണ് പാപം? നമ്മളെല്ലാവരും പാപം ചെയ്യുന്നവരാണല്ലോ. ഇതുവരെ പാപത്തിന് ഇത്രയും വലിയ ഡെഫിനിഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്നും ചെയ്യാമായിരുന്നല്ലേ. നന്മയ്ക്ക് പോലും ഇത്ര നല്ല ഡെഫിനിഷൻ കത്തോലിക്ക സഭയുടെ മതബോധനത്തിൽ തപ്പിയാൽ കാണത്തില്ല. വളരെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു ഡെഫിനിഷൻ. ചില വസ്തുക്കളോടുള്ള ക്രമരഹിതമായ സ്നേഹം മൂലം ദൈവത്തോടും അയൽക്കാരോടുമുള്ള യഥാർത്ഥ സ്നേഹത്തിലുണ്ടാകുന്ന പരാജയമാണ് പാപം. എന്താണ്? ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ അഭാവമാണ്. ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ ദൈവത്തോട് നമ്മൾ കൊടുക്കേണ്ട സ്നേഹത്തിൽ ഒരു അഭാവം വന്നാൽ, ഒരു കുറവ് വന്നാൽ അത് പാപത്തിലേക്കുള്ള നമ്മുടെ ഒരു ചുവടുവെപ്പാണ്. ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹത്തിൻ്റെ അഭാവമാണെന്ത്? പാപം. ദൈവത്തെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ വേറെ ആരെങ്കിലുമൊക്കെ സ്നേഹിക്കുന്നുണ്ടാവും. എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ, എന്തെങ്കിലുമൊക്കെ വ്യക്തികൾ, നമ്മുടെ ചില പാപത്തിൻ്റെ ചില മേഖലകൾ. അങ്ങനെ ദൈവത്തിന് നമ്മൾ കൊടുക്കേണ്ട സ്നേഹം, ആ സ്നേഹത്തിന് ഒരു ഡൈവേർഷൻ ഉണ്ടായാൽ, അതിനൊരു മാറ്റം സംഭവിച്ചാൽ, അതിനൊരു അഭാവമുണ്ടായാൽ അത് പാപത്തിലേക്കുള്ള നമ്മുടെ ചുവടുവെപ്പാണ്. ക്രമരഹിതമായ സ്നേഹം. ക്രമരഹിതമായ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രമരഹിതമായ സ്നേഹം നമ്മൾ മലയാളം അധ്യാപകരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇച്ചിരി ചോദിച്ച് മനസ്സിലാകാതെ. എനിക്ക് മനസ്സിലായ ഒരു അർത്ഥം ഇതാണ്: അമിതവും തെറ്റായതുമായ ഒരു ആസക്തി, ക്രമരഹിതമായ, അതായത് നമ്മുടെ പ്രയോറിറ്റികൾ മറന്ന് നമ്മൾ സ്നേഹിക്കുന്നതാണ് ക്രമരഹിതമായ സ്നേഹം. ഏറ്റവും ആദ്യം നമ്മൾ സ്നേഹിക്കേണ്ടത് ആരെയാണ്? ദൈവത്തെ. ഏറ്റവും ആദ്യം നമ്മൾ സ്നേഹിക്കേണ്ട ദൈവത്തെയാണ്. അല്ലാതെ നമുക്ക് ഒരു സഹായം ചെയ്ത വ്യക്തിയല്ല നമ്മൾ സ്നേഹിക്കേണ്ടത്, നമ്മുടെ ജീവിത പങ്കാളിയല്ല നമ്മൾ സ്നേഹിക്കുന്നത്. ഇതിനേക്കുള്ള ഉപരിയായിട്ട്, ഇതിനേക്കാളൊക്കെ അപ്പുറം നമ്മൾ ദൈവത്തെയാണ് സ്നേഹിക്കുക. ക്രമരഹിതമായ സ്നേഹം എന്ന് പറഞ്ഞാൽ ഈ ഓർഡർ തെറ്റിക്കിടക്കുന്ന തരത്തിലുള്ളൊരു സ്നേഹം, പ്രയോറിറ്റികൾ മാറിപ്പോകുന്ന ചില സ്നേഹം. നമ്മൾ ആദ്യം പറഞ്ഞതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ തന്നെയാണ്. ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ അഭാവമാണ് പാപം. ക്രമരഹിതമായ ഒരു സ്നേഹമാണ് പാപം. 3, യഥാർത്ഥ സ്നേഹത്തിലുണ്ടാകുന്ന പരാജയം. യഥാർത്ഥ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ്? യഥാർത്ഥ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ്? അമ്മയ്ക്ക് കുഞ്ഞിനോടുണ്ടാകുന്ന സ്നേഹമാണ്. അമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള സ്നേഹമാണ് യഥാർത്ഥ സ്നേഹം.
അമ്മയ്ക്ക് ദൈവത്തോടുള്ള സ്നേഹമോ? ഈ ഭൂമിയിൽ എവിടെയെങ്കിലും നിങ്ങൾ യഥാർത്ഥ സ്നേഹം കണ്ടിട്ടുണ്ടോ? നിങ്ങളെ യഥാർത്ഥത്തിൽ സ്നേഹിച്ച ആരെങ്കിലും ഉണ്ടെങ്കിലും കൈവക്കാവോ? ആരെങ്കിലും ഒരാൾ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ഒരു സ്നേഹം ഞാൻ കണ്ടിട്ടുണ്ട്, അത് ഇന്നയാളുടെ സ്നേഹമാണെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ? യഥാർത്ഥ സ്നേഹം, നമ്മളെ സ്നേഹത്തിൻ്റെ കുറേ തലങ്ങളും ഭാവങ്ങളുമാണ് കണ്ടിട്ടുള്ളത്. യഥാർത്ഥ സ്നേഹം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹം മാത്രമുള്ളൂ. അമ്മയ്ക്ക് കുഞ്ഞോടുള്ള സ്നേഹം പോലും ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാർത്ഥമായിട്ട് പോകും. അമ്മയ്ക്ക് കുഞ്ഞോടുള്ള സ്നേഹത്തിന് പോലും പരിമിതികളുണ്ട്. ഭർത്താവിന് ഭാര്യയോടുള്ള സ്നേഹത്തിന് പരിമിതികളുണ്ട്. കമിതാക്കൾ തമ്മിലുള്ള സ്നേഹത്തിന് പരിമിതികളുണ്ട്. നമ്മൾ ഗ്രീക്കിൽ അതിന് ഒത്തിരിയേറെ പ്രയോഗങ്ങൾ പറയും. അതൊന്നും പറഞ്ഞ് നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല. യഥാർത്ഥ സ്നേഹമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹം. ആ യഥാർത്ഥ സ്നേഹത്തിലുള്ള അഭാവമാണ്, അതിലുള്ള കുറവാണ് പാപം. പിന്നെ നാലാമത്തെ ഒരു വസ്തുത, സ്വയസ്നേഹം, നമ്മളോട് തന്നെയുള്ള സ്നേഹമാണ്, സെൽഫ് ലവ്. അത് കൂടിക്കഴിഞ്ഞാൽ അതും എന്താണ്? പാപമാണ്. അപ്പോൾ പാപത്തിൻ്റെ ഒരു 4 തലങ്ങൾ പെട്ടെന്നൊന്ന് മനസ്സിലാക്കുകയാണ്. ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ അഭാവമാണ് പാപം. ക്രമരഹിതമായ സ്നേഹം, അതാണ് പാപം. യഥാർത്ഥ സ്നേഹത്തിലെ പരാജയമാണ് പാപം. സ്വയ സ്നേഹം വർദ്ധിക്കുന്നതാണ് പാപം. ഇതൊക്കെയാണ് പാപത്തിലേക്ക് നമ്മളെ നയിക്കാനുള്ള കാരണങ്ങൾ. ഇതൊക്കെയാണ് പാപമെന്ന് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുകയാണ്. ഈ 4 വസ്തുതകൾ മനസ്സിലാക്കി വരുന്ന ഹല്ലേലൂയ പറയാവോ? അയ്യോ, 2 പേരേ ഉള്ളെന്ന് തോന്നുന്നു. എൻ്റെ ദൈവമേ, ഞാൻ 10 മിനിറ്റ് എടുത്ത് പറഞ്ഞ കാര്യമാണ്, ആർക്കും മനസ്സിലായില്ലെന്ന് തോന്നുന്നല്ലേ? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നീ മനസ്സിലായില്ലേലും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് നിങ്ങൾ മാറിപ്പോകാതിരുന്നാൽ മതി. അത് പാപമാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് മാറാതെ, സ്വന്തം സ്നേഹമൊന്നും വർദ്ധിപ്പിക്കാതെ യഥാർത്ഥ സ്നേഹത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. ഇനി വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഈ മനുഷ്യൻ്റെ ആദ്യ പാപം എന്തായിരുന്നു? പഴം പറിച്ച് തിന്നത്. അതെന്താ? അനുസരണക്കേടെന്ന് പറയുന്നവരുണ്ട്. കൊതി എന്ന് പറയുന്ന ആരുണ്ടോ? കൊതി, ഭക്ഷണത്തോടുള്ള അമിതമായ ആഗ്രഹം, അതാണോ പാപം? ആദ്യത്തെ പാപം എന്തായിരുന്നു? ദൈവത്തിൻ്റെ ആഗ്രഹത്തേക്കാൾ കൂടുതൽ സ്വന്തം ആഗ്രഹങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തതാണ് ആദ്യത്തെ പാപം, അനുസരണക്കേട്. ദൈവത്തിൻ്റെ ആഗ്രഹങ്ങളെക്കാൾ കൂടുതൽ സ്വന്തം ആഗ്രഹങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തതാണ് ആദ്യത്തെ പാപം. ദൈവം പറഞ്ഞതനുസരിക്കാതെ സ്വന്തം വ്യക്തി താല്പര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തു, പ്രാധാന്യം കൊടുത്തു. രണ്ടാമത് നമ്മൾ വേറൊരു കാര്യത്തിലേക്കും കൂടെ നമ്മളൊന്ന് കിടക്കുകയാണ്. ഈ പാപം എങ്ങനെയാണ് ഉണ്ടായത്? ഈ പാപമാണല്ലോ ഏറ്റവും വലിയ ശല്യം. ഇതാരാ ഇത് ഉണ്ടാക്കിയത്? ആരാ ഉണ്ടാക്കിയത്? മാലാഖയോ? പിശാച്. നല്ല ഉത്തരം. പിശാച് എന്ന് പറയുന്നവരെന്ന കൈവയ്ക്കുക. പാപം ഉണ്ടാക്കിയത് പിശാചാണ്. ആരുമില്ലേ? പറഞ്ഞ ആളും കൈവക്കുന്നില്ലേ? ആണ്ടേ, പാപം ഉണ്ടാക്കി വിട്ടത് ആരാ? ദൈവവാച്ച, വേറെ ആരുമല്ല. ദൈവവാച്ച ഉണ്ടാക്കിയത്. എല്ലാം ഉണ്ടാക്കിയത് ദൈവമാണല്ലോ. പിന്നെ ദൈവം തന്നെ ആയിരിക്കും പാപം ഉണ്ടാക്കിയത്, അല്ലേ? ദൈവം പാപം ഉണ്ടാക്കിയെന്ന് പറയുന്നവരൊന്ന് കൈവക്കിക്കേ. ഇതൊന്നുമില്ലേ? ദൈവമല്ല പിശാചുമല്ല, പിന്നെ ഇപ്പം ഇങ്ങനൊരു സാധനം ഇല്ലായിരിക്കും അല്ലേ? ഞാൻ ക്ലാസ് എടുക്കാൻ വന്നത് അബദ്ധമായിപ്പോയെന്ന് തോന്നുന്നു, ധ്യാനം എടുക്കാൻ വന്നത്. പാപം ആരാ സൃഷ്ടിച്ചത്? പാപം സൃഷ്ടിച്ചത് ആദോ ഹവ്വായുവാ. അവരെ അങ്ങ് കൊന്നിരുന്നെങ്കിൽ ഇച്ചിരി സമാധാനം ഉണ്ടായേനെ, അല്ലേ? അവരാ ഇതെല്ലാം കൂടെ ചെയ്ത് ഇത്രയും കുളമാക്കി കളഞ്ഞത്. ദൈവം നല്ല മനോഹരമായിട്ട് പ്രതീക്ഷയൊക്കെ ഉണ്ടാക്കി ആദ്യത്തെ ഹവ്വായിനെ അങ്ങ് വിട്ടതാ. അവർ രണ്ടും കൂടെ ഓരോ പോക്രിത്തരം കാണിച്ചിട്ട് പാപം അങ്ങ് ഉണ്ടായി. അങ്ങനെയാണോ? പാപം എങ്ങനെ ഉണ്ടായത്? തന്നെ ഉണ്ടാവുമോ പാപം? ആരെങ്കിലും ഉണ്ടാക്കട്ടെ. അപ്പോൾ എല്ലാം നമ്മൾ ചുറ്റും കാണുന്ന ആരാ? മരങ്ങളുണ്ടാക്കിയത് ആരാ? ദൈവം. മനുഷ്യനെ ഉണ്ടാക്കിയത് ആരാ? ദൈവം. മൃഗങ്ങളുണ്ടാക്കിയത് ആരാ? ദൈവം. അവന് പാപം ഉണ്ടാക്കിയത് ആരാ? ദൈവം. വളരെ സിമ്പിളായിട്ടുള്ള ഉത്തരം. പക്ഷെ പുറത്തൊന്നും ചെന്ന് പറയരുത്, ഞാൻ ധ്യാനത്തിൽ പറഞ്ഞെന്നും പറയരുത്. കാര്യം കത്തോലിക്ക സഭയുടെ അംഗങ്ങളെന്ന നിലയിൽ ഇങ്ങനെ മണ്ടത്തരങ്ങളൊന്നും നമ്മൾ പഠിച്ചു വയ്ക്കരുത്. പാപം ഉണ്ടാക്കിയത് ദൈവമാണ്. പക്ഷേ ഇതെല്ലാവരുടെ മനസ്സിലുള്ളൊരു ചോദ്യമാണ്. ഈ പാപം ഉണ്ടാക്കിയവനെ കയ്യിലൊന്ന് കിട്ടിയിരുന്നെങ്കിൽ അവനെ ആദ്യം നശിപ്പിക്കാമായിരുന്നു. ഈ പാപം ഉണ്ടാക്കിയത് ആരാന്നറിയാവോ? മനുഷ്യൻ. അത് ഉണ്ടാക്കാനുള്ള ഒരു പ്രവണത അവൻ്റെ നിന്ന് കിട്ടിയ മനുഷ്യന് ദുർമോഹം. ഈ ദുർമോഹം എങ്ങനെ ഉണ്ടായി? ചിന്തകളിൽ നിന്ന്. ചേച്ചി ഏതാണ്ട് ഉത്തരത്തോട് അടുത്തിട്ടുണ്ട്. ചിന്തകൾ ആര് തന്നു? ഇനി നിങ്ങളെ വട്ടുപിടിപ്പിക്കുന്നില്ല. പാപം എന്നുള്ള ഒരു യാഥാർത്ഥ്യം യഥാർത്ഥത്തിൽ ഇല്ല. പാപം എന്നുള്ള യാഥാർത്ഥ്യം ശരിക്കും ഇല്ല. നന്മ മാത്രമേ ഉള്ളൂ. നന്മയുടെ അഭാവം എവിടെയുണ്ടോ അതാണ് പാപം. നന്മ മാത്രമാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ നന്മ ചെയ്യാൻ
മനുഷ്യൻ ആഗ്രഹിക്കാത്തിടത്തേക്കാണ് എന്ത് വരുന്നത്? പാപം. അപ്പോൾ പാപം ഉള്ള യാഥാർത്ഥ്യമല്ല. അത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, പ്രകാശമാണോ ഇരുട്ടാണോ ഉള്ളത്? ദൈവം ഉണ്ടാക്കി വിട്ടത് എന്താ? പ്രകാശം. ദൈവം 2-ാം ദിവസം സൃഷ്ടിച്ചത്, എന്നാൽ ഇരുട്ട് ഉണ്ടാകട്ടെ, ഇരുട്ടുണ്ടാക്കി വിട്ടോ ദൈവം? ഇല്ല. ദൈവം സൃഷ്ടിച്ചത് എന്താണ്? പ്രകാശം. ഇരുട്ടപ്പം എങ്ങനെ ഉണ്ടായത്? ഇരുട്ടെങ്ങനെ ഉണ്ടായത്? ഈ പ്രകാശം ഇല്ലാതിരിക്കുന്ന സമയമാണ് ഇരുട്ട്. ഇരുട്ടെന്ന് പറയുന്നത് യാഥാർത്ഥ്യമല്ല, എന്തിൻ്റെയോ അഭാവമാണ് ഇരുട്ട്. അതുപോലെ തന്നെയാണ് നന്മയുടെ അഭാവം എവിടെയുണ്ടോ അതാണ് തിന്മ. അപ്പോൾ ഈ തിന്മ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? തിന്മ എങ്ങനെ ഉണ്ടാകുന്നത്? നന്മ കുറയുന്നിടത്ത്. നമ്മൾ തന്നെയാണ് കേട്ടോ തിന്മയുടെ കണ്ടുപിടുത്തം നടത്തിയത്. ദൈവം നമുക്കൊരു അനുഗ്രഹം തന്നിട്ടുണ്ട്. ദൈവം നമുക്കൊരു അനുഗ്രഹം തന്നിട്ടുണ്ട്. നമ്മുടെ സ്വന്തം ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കാൻ, ആഗ്രഹത്തിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു അനുവാദം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അതാണ് ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവും. ആ ദൈവത്തിൻ്റെ ഇച്ഛയോട് ചേർന്ന് നമ്മളെന്ത് ചെയ്തു? ദൈവസ്നേഹത്തെ വേണ്ട എന്ന് നമ്മളങ്ങ് മറുതലിച്ചു. അതാണ് പാപം. നന്മ ചെയ്യാനുള്ള പൂർണ്ണ സാഹചര്യങ്ങളും പൂർണ്ണമായ സ്വാതന്ത്ര്യങ്ങളും ഉള്ളപ്പോൾ അത് വേണ്ടെന്ന് ബോധപൂർവം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതാണ് തിന്മയുടെ ഉത്ഭവം. അതാണ് തിന്മയുടെ ഉത്ഭവം. അതുകൊണ്ട് തിന്മ ദൈവം ഉണ്ടാക്കി വിട്ടതല്ല, തിന്മ പിശാച് ഉണ്ടാക്കിയതുമല്ല. നന്മയുടെ അഭാവം, ദൈവികതയുടെ അഭാവം എവിടെയൊക്കെ ഉണ്ടോ അതാണ് തിന്മ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടിയാണ്. ആ സ്വാതന്ത്ര്യത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത് എന്താണെന്നറിയാവോ? ദൈവത്തോട് പോലും മറുതലിക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവം മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. ദൈവത്തെ പോലും വേണ്ട എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ദൈവം മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. ദൈവം സൃഷ്ടിച്ചത് ഈ റോബോട്ടുകളെയൊന്നുമല്ല. ഞാൻ എപ്പോൾ വിളിച്ചാലും ഇവിടെ വരണം, ഞാൻ എന്ത് പറഞ്ഞാലും അതിന് ആമേൻ പറയണം, അങ്ങനെയല്ല. ദൈവം മനുഷ്യനെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതാണ് മനുഷ്യന് നൽകപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹം. ആ പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ നന്മ ചെയ്യുന്നതിന് പകരം നന്മ ചെയ്യാതെ നമ്മൾ തന്നെ നമ്മുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോഴാണ് എന്ത് വരുന്നത്? തിന്മ വരുന്നത്. അപ്പം തിന്മയുടെ ഉപജ്ഞാതാവ് ആരാണ്? നമ്മൾ തന്നെയാണ്. നമ്മുടെ നെഞ്ചത്ത് ചോദിച്ചു പറഞ്ഞു, അഭിമാനത്തോടു കൂടെ പറഞ്ഞു, നമ്മൾ തന്നെയാണ് കേട്ടോ. ഈ നന്മ വേണ്ടെന്ന് നമ്മൾ വയ്ക്കുന്ന സമയങ്ങളൊക്കെ അതൊക്കെ തിന്മയുടെ സമയങ്ങളായിട്ട് പോവുകയാണ്. അതുകൊണ്ട് പാപം ആരുണ്ടാക്കിയെന്നുള്ള സംശയമൊന്നും വേണ്ട, അത് നമ്മളൊക്കെ തന്നെയാണ്. ഇനി പാപം ഇത്ര അപകടമാണെന്ന് നമുക്കറിയാം, പാപത്തിൽ വീണാൽ പറുദീസ നഷ്ടമാണെന്ന് നമുക്കറിയാം. പക്ഷേ വീണ്ടും വീണ്ടും പാപം ചെയ്യാനായിട്ട് ഒരാഗ്രഹം ഉണ്ടാവും, അല്ലേ? പാപം തെറ്റാണെന്ന് നമുക്കറിയാം. നമുക്ക് നൽകപ്പെട്ടുള്ള ഈ പറുദീസ നമുക്ക് നഷ്ടമാക്കി കളയുമെന്നറിയാം. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നും ഈ പാപം നമ്മളെ പിന്തിരിപ്പിക്കുമെന്നറിയാം. നമ്മുടെ ഉള്ളിലേക്ക് അടങ്ങാത്ത നിരാശ, വേദന, വിഷമം, സങ്കടം ഇതൊക്കെ ജനിപ്പിക്കുന്നു. ചില അവസരങ്ങളിൽ കുറ്റബോധം പോലും നമുക്കുണ്ടാകുന്നു. അത്രയും ചെയ്യണ്ടായിരുന്നു, അത്രയും ഞാൻ കടുത്ത് പറയണ്ടായിരുന്നു. പക്ഷെ എങ്കിൽ പോലും വീണ്ടും വീണ്ടും പാപം ചെയ്യാൻ നമുക്ക് ആഗ്രഹം ഉണ്ടാകുന്നു. അതെന്തുകൊണ്ടായിരിക്കാം? അതാണ് പിശാചിൻ്റെ പ്രലോഭനം. പിശാച് ഈ പാപമായിട്ടല്ല നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഈ ആദ്യ മാതാപിതാക്കളെ പാപത്തിന് വേണ്ടി പ്രലോഭിപ്പിച്ചപ്പോൾ ഈശോ കൊണ്ടുചെന്ന ആ പഴം, അത് എന്തെങ്കിലും പുഴുക്കത്തുള്ള പഴമായിരുന്നെങ്കിൽ അവർ കഴിക്കുമായിരുന്നോ? ആ പഴം എങ്ങനെയാണെന്നാണ് നമ്മൾ ബൈബിളിൽ വായിക്കുന്നത്? കണ്ടാൽ നല്ല രസം, കഴിക്കാൻ അതിനേക്കാൾ രസം, അല്ലേ? കണ്ടാൽ വളരെ മനോഹരമായിട്ടുള്ള പഴം, കണ്ണിന് ഇമ്പമുള്ളത്, കഴിക്കാൻ ആസ്വാദികരം. അങ്ങനെയാണ് ഓരോ പാപവും നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അല്ലാതെ പാപം വരുന്നത് തന്നെ ഇങ്ങനെ ഒരു അലാറം അടിച്ചുകൊണ്ടല്ല. നമ്മൾ പലപ്പോഴും ഈ സിനിമകളിൽ പരസ്യങ്ങൾ കാണാറില്ലേ? മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. അത് കണ്ടാലും അതൊക്കെ ഒരു ഹരമാണല്ലേ? അത് കണ്ടാലും നമുക്കൊരു ഹരമാണ്. ഒക്കെ ഉണ്ടെങ്കിലും അത് കാണുമ്പോൾ ഒരു ഇമ്പമുണ്ട്, അത് കഴിക്കുമ്പോൾ ഒരാസ്വാദ്യതയുണ്ട്. പക്ഷേ ഇതിന് ശേഷം പാപം നമ്മളെ കൊണ്ടിടുന്നത് വളരെ ദുരിതപൂർണമായ അവസ്ഥയിലേക്കാണ്. അതുകൊണ്ടാണ് ഈ പാപം നമ്മുടെ മുന്നിലേക്ക് പിശാച് പലതരത്തിലുള്ള പ്രലോഭനങ്ങളിലൂടെയാണ്. നമ്മൾ ബൈബിളിലൂടെ തന്നെ നമ്മൾ കണ്ണോടിച്ചാൽ 3 തലത്തിലുള്ള കെണികൾ, 3 ട്രാപ്പാണ് ഈ ഓരോ പാപത്തിലും പിശാച് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഒന്നാമത്തെയാണ് അതിൻ്റെ ഫിസിക്കൽ ട്രാപ്പ്, ശാരീരികമായ ഒരു കെണിയുണ്ട്. കാര്യം പാപം കാഴ്ചയിൽ വളരെ ഭംഗിയുള്ളതായിരിക്കും. ഹവ്വ പോലും നോക്കിയപ്പോൾ എന്താണ്?
ഏതായാലും വിശക്കുന്നു, 4 മണി സമയമായി. കാര്യം പാപം ചെയ്ത് കഴിഞ്ഞ് പിന്നെ അടുത്ത ബൈബിളിൽ എഴുതിയിരിക്കുന്ന വെയിലാറിയപ്പോൾ എന്നാ, ഏതാണ്ട് ഒരു 4 മണി സമയം, നമ്മൾ ചായ കുടിക്കുന്ന സമയത്താണ് പിശാച് വന്ന് ഈ പഴം കാണിച്ചത്. അപ്പോൾ ഹവ്വ നോക്കിയപ്പം ഒന്ന് വിശക്കുന്നു, ഏതായാലും വിശന്നിരിക്കുക, ദൈവമോട്ട് വരുന്നുമില്ല, ഒരു പഴം കൊണ്ട് തരുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ ശാരീരികമായ സന്തോഷം ഒരു പക്ഷേ പാപത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ നമ്മുടെ ഒളിഞ്ഞിരിപ്പുണ്ടാകും. നമ്മുടെ എന്തെങ്കിലുമൊക്കെ മനസ്സിൻ്റെ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഒരു പ്രലോഭനത്തെ, ബുദ്ധിമുട്ടിനെയൊക്കെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലായിരിക്കും പാപം ഒരു പക്ഷേ നമ്മുടെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടുന്നത്. ചിലപ്പോൾ ചില സുഖ സൗകര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരും. നീ ഒരു ഇത്ര കൈക്കൂലി അങ്ങ് മേടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കാറ് മേടിക്കാം. അത് ശാരീരികമായിട്ടുള്ള ഒരു സൗകര്യമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ അഭിവൃദ്ധി അങ്ങ് മാറ്റപ്പെടുകയാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ശാരീരികമായിട്ടുള്ള ഫിസിക്കൽ ട്രാപ്പ് അല്ലെങ്കിൽ ശാരീരികമായ കെണികൾ ഒളിപ്പിച്ചുകൊണ്ടാണ് ചിലപ്പോൾ പാപം നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ചിലപ്പോൾ അത് കണ്ണിന് ഇമ്പകരമായിരിക്കാം, കാഴ്ചയ്ക്ക് നല്ല ഭംഗിയുള്ളതായിരിക്കാം. നമ്മൾ ചില മോശമായിട്ടുള്ള സിനിമകൾ നമ്മൾ കാണുന്നു, അത് കണ്ണിന് നമുക്ക് ചിലപ്പോൾ ഇമ്പം നൽകുന്നതായിരിക്കാം. അതുകൊണ്ട് തന്നെ ആ പാപത്തിൽ നിന്ന് മാറാൻ പിശാച് നമ്മളെ അനുവദിക്കില്ല. കാര്യം നമ്മുടെ ഉള്ളിലേക്ക് അതെന്തൊക്കെയോ ചില സന്തോഷങ്ങൾ കൊണ്ടുതരുന്നു എന്നുള്ള തെറ്റിദ്ധാരണ അത് ജനിപ്പിക്കുന്നു. അല്ലെങ്കിൽ ഈ മൊബൈൽ അഡിക്ഷൻ അല്ലെങ്കിൽ ഫോൺ അഡിക്ഷൻ, ഇതൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് ഈ കാഴ്ചയുടെ മേഖലകളിൽ ഇത് മനോഹരമാണല്ലോ എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് തീർച്ചയായിട്ടും കണ്ണിലൂടെ അത് കൊണ്ടുതരികയാണ്. മൂന്നാമത്തെ ട്രാപ്പ് എന്ന് പറഞ്ഞാൽ അത് ഇൻ്റലക്ച്വൽ ട്രാപ്പാണ്. ഇൻ്റലക്ച്വൽ നമ്മുടെ ബൗദ്ധികമായ തലത്തെ കൂടി അത് ബാധിക്കുകയാണ്. ഈ ഹവ്വയുടെ മുൻപിൽ ഈ പഴം കൊണ്ട് ചെന്നപ്പോൾ പിശാച് പറഞ്ഞൊരു കള്ളത്തരമുണ്ട്. എന്താ? ഇത് കഴിച്ചാൽ നീ, അത് ഇൻ്റലക്ച്വൽ ട്രാപ്പാ. നമ്മൾ ബൗദ്ധികമായിട്ട് അങ്ങ് ചിന്തിക്കുക, ഞാൻ ഇന്ന കാര്യം ചെയ്താൽ എനിക്ക് ഇന്ന കാര്യങ്ങൾ കിട്ടും അല്ലേ, ഞാൻ ഇന്നൊന്ന് കണ്ണടച്ചാൽ നാളെ എൻ്റെ മക്കൾക്കും എൻ്റെ കുടുംബത്തിനൊക്കെ സൗകര്യമായിട്ട് ജീവിക്കുക. നമ്മൾ ഇൻ്റലക്ച്വലായിട്ട് അങ്ങ് ചിന്തിക്കുക. അതിന് വരും വരായികകൾ അത് പാപമാണെന്ന് ചിന്തിക്കാൻ നമ്മളെ അനുവദിക്കാത്തത് പിശാചിൻ്റെ പ്രലോഭനമാണ്. ഇൻ്റലക്ച്വലായിട്ട് കൂടെ ബൗദ്ധിക തലങ്ങളിലേക്ക് കൂടെ നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിച്ച് നമ്മളെ അങ്ങ് പറഞ്ഞ് പഠിപ്പിച്ച് അങ്ങ് വിടുക. നമ്മൾ ചിലപ്പം ചില വീട്ടിൽ നമ്മുടെ ചില സാധനങ്ങളൊക്കെ വിൽക്കാൻ ആളുകൾ വരും. മേടിക്കേണ്ടത് 100% ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ നമ്മളെ കൊണ്ട് മേടിപ്പിക്കും. അത് പറഞ്ഞ് ഫലിപ്പിക്കാൻ ഒരു കഴിവ് ചിലർക്ക് ദൈവം കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ മൊബൈൽ എടുക്കുന്നത് വല്ല ദൈവവചനം കാണാനായിരിക്കും. യൂട്യൂബ് തുറക്കുമ്പോഴേ നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ഒരു ഡാൻസിൻ്റെയോ ഒരു പാട്ടിൻ്റെയോ ഒരു വീഡിയോ ആയിരിക്കും. ഇത് കണ്ടിട്ട് വചനപ്രസംഗം കാണാമായിരിക്കും അല്ലേ. അപ്പം അങ്ങനെ അത് കാണുമ്പോൾ അടുത്തതിലേക്ക് പോകും. അങ്ങനെ നമ്മളെ ഇൻ്റലക്ച്വലായിട്ട് കൂടെ സ്വാധീനിക്കാൻ പിശാച് ചില പ്രലോഭനങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരും. അങ്ങനെ ഈ 3 ട്രാപ്പുകൾ, ഈ 3 കെണികൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടാണ് പലപ്പോഴും പാപങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പാപം ചെയ്യാൻ നമുക്ക് എന്തെന്നല്ലാത്ത ആഗ്രഹമാണ്. പാപം ചെയ്യാനുള്ള ആഗ്രഹം ഇത് കെണിയാണ്. ഇത് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു ആഫ്റ്റർ എഫക്ട്സ് ഒന്നും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ പാപം നമ്മളെ ട്രാപ്പ് ചെയ്യുക. അപ്പോൾ നമ്മളാണ് ചിന്തിക്കേണ്ടത് പാപം ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. നമ്മുടെ സാധാരണ ജീവിതത്തിൽ പോലും നമുക്കറിയാം ചില അടിമത്തങ്ങൾ, നമ്മുടെ ശാരീരികമായ ചില അടിമത്തങ്ങൾ നമ്മളെ ഭരിക്കാറുണ്ട്. മദ്യപാനം, ലഹരിയുടെ ഉപയോഗം, ഈ ഡ്രഗ്സിൻ്റെ ഉപയോഗം, എന്തെങ്കിലുമൊക്കെ ധനത്തിന് വേണ്ടിയുള്ള നമ്മുടെ ആഗ്രഹം, സൗകര്യമായിട്ടുള്ള ജീവിതം, ഇതൊക്കെ നമ്മുടെ ചില ശാരീരിക അഭിലാഷങ്ങളാണ്. അതിനുവേണ്ടി പാപത്തിലേക്ക് വീഴാനുള്ള മനോഭാവം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിനെ നിയന്ത്രിക്കാനുള്ള ആർജവം പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. അതുപോലെ തന്നെയാണ് നമ്മുടെ കണ്ണുകൾക്ക് എന്തെങ്കിലുമൊക്കെ ആകർഷണം തരുന്ന സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ നമ്മുടെ തന്നെ ചില ഫെയിം പ്രദർശിപ്പിക്കാനുള്ള നമ്മുടെ മനോഭാവവും ഇതൊക്കെ നമുക്ക് തീർച്ചയായിട്ടും കൊണ്ടുതരുന്നത് ഈ പാപത്തിലേക്കുള്ള നമ്മുടെ കൂപ്പുകുത്തലാണ്. അതുകൊണ്ട് പാപം എന്നുള്ള വസ്തുതയെ നമ്മൾ മറികടക്കാൻ നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും ആത്യന്തികമായിട്ടുള്ള കാര്യം. ഈ പാപത്തെ നമ്മൾ അതിജീവിക്കാൻ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവാണ് നമ്മളെ പ്രചോദിപ്പിക്കുന്നത്. നമ്മൾ സുവിശേഷത്തിൽ തന്നെ പൗലോസ് ശ്ലീഹ പറയുന്ന ഒരു വാക്യമുണ്ട്, നമ്മുടെ ശക്തിക്കതീതമായിട്ടുള്ള ഒരു പ്രലോഭനവും നമുക്ക് നൽകപ്പെട്ടിട്ടില്ല. നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രലോഭനവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അതിന് ഏറ്റവും ബെസ്റ്റ് ഉദാഹരണമാണ് ഈശോ മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് വന്നതാണ്. മനുഷ്യൻ്റെ എല്ലാ പരിമിതികളും, മനുഷ്യൻ്റെ എല്ലാ ബലഹീനതകളും, മനുഷ്യൻ്റെ എല്ലാ പോരായ്മകളോടും കൂടിയാണ് ഈശോ ഈ ഭൂമിയിൽ വന്നത്. പാപമൊഴിച്ച് അവൻ ബാക്കി എല്ലാ കാര്യത്തിലും മനുഷ്യനോട് സമനായിരുന്നു. പാപമൊഴിച്ച് ബാക്കി എല്ലാ കാര്യത്തിലും അവൻ മനുഷ്യനോട് സമനായിരുന്നു.
അവന് പ്രലോഭനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അത് പാപത്തിലേക്ക് നയിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും പ്രലോഭനങ്ങൾ മനുഷ്യ സഹജമാണ്. പക്ഷേ പാപത്തിലേക്ക് വീഴണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ആരാണ്? നമ്മളാണ്. അപ്പം അച്ഛൻ ഈ പറയുന്നതൊക്കെ എളുപ്പമാണ്. അച്ഛൻ ഇങ്ങോട്ട് വന്ന് ജീവിച്ച് കാണിക്കാനൊന്നും എന്നോട് പറയരുത്. ഞാനും നിങ്ങളെപ്പോലെ മനുഷ്യനാണ്. ചിലപ്പോൾ നമ്മൾ വീണു പോകാനുള്ള സാധ്യത ഉണ്ട്. ആ വീണു പോകുമ്പോൾ നമ്മളെ പിടിച്ചുയർത്താനാണ് ദൈവം കുമ്പസാരം എന്ന കൂദാശ വെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ മനുഷ്യനായതുകൊണ്ട് നമ്മളൊന്നല്ല, പല പ്രാവശ്യം നമ്മൾ വീണു പോകാനുള്ള സാധ്യതകളുണ്ട്. നമ്മൾ ആരും എല്ലാം തികഞ്ഞുകൊണ്ടല്ല നമ്മൾ ജനിച്ചിരിക്കുന്നത്. നമ്മൾ വിശുദ്ധ ഗീവർഗീസിൻ്റെ നാമത്തിൽ സ്ഥാപിതമായ ദേവാലയമാണ്. അല്ലെങ്കിൽ നമ്മൾ രൂപക്കൂട്ടിൽ ഒത്തിരിയേറെ വിശുദ്ധരോട് നമ്മൾ മധ്യസ്ഥം പ്രാർത്ഥിക്കാറുണ്ട്. ഈ വിശുദ്ധരെയൊക്കെ രൂപക്കൂട്ടി നമ്മൾ വെച്ചിരിക്കുന്നവർ ജനിച്ചപ്പോൾ തൊട്ട് മരിക്കുന്നത് വരെ ഒരു പാപവും ചെയ്യാത്തവരാണോ? ഒരു പാപവും ചെയ്യാത്തവരാണോ? അവരും പാപം ചെയ്തിട്ടുണ്ട്. അവർക്കും പ്രലോഭനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ജീവിതത്തിൻ്റെ തകർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. പൗലോസ്ലീഹ തന്നെ പറയുന്നൊരു വാക്യമുണ്ടല്ലോ, എൻ്റെ ജീവിതത്തിൽ ഒരു മുള്ള് നൽകപ്പെട്ടിട്ടുണ്ട്, അത് മാറ്റിത്തരാൻ വേണ്ടി ഞാൻ പല പ്രാവശ്യം ദൈവത്തോട് പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവം എന്താണ് പറഞ്ഞത്? ഇപ്പം മാറ്റിത്തരാന്നല്ലേ. എന്നാ പറഞ്ഞത്? അതവിടെ ഇരിക്കട്ടെ. എന്നെ ക്രൂരനല്ലേ ദൈവം. ഇത്രയും വലിയ പൗലോസ്ലീഹ ഇത്രയും പേരോട് വചനം പ്രഘോഷിച്ച് നാടായ നാട് മുഴുവൻ കറങ്ങി നടന്ന് എല്ലാവരും ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന ആ പുള്ളി ഒരു കാര്യം മാത്രമേ ദൈവത്തോട് ചോദിച്ചുള്ളൂ. എൻ്റെ കർത്താവേ, എനിക്ക് ഇന്ന ഒരു ബലഹീനതയുണ്ട്, അതൊന്ന് എടുത്തു മാറ്റണമേ എന്ന്. എനിക്ക് ഇന്നൊരു കുറവുണ്ട്, അതൊന്ന് എടുത്തു മാറ്റണമേ എന്ന്. അപ്പോൾ ഈശോ പറയുക, അതവിടെ ഇരിക്കട്ടെ, എനിക്ക് വേറെ പണിയുണ്ടെന്ന്. ഈശോ പറഞ്ഞ എന്താണ്? അതവിടെ ഇരിക്കട്ടെ. കാരണം ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രകടമാകുന്നത്. ബലഹീനതയിലാണ് നമ്മൾ മനുഷ്യരാണ്. ബലഹീനരാണെന്ന് നമ്മൾ വിചാരിക്കുമ്പോഴാണ് അവിടെ ദൈവത്തിൻ്റെ ശക്തി അനുഭവിക്കാൻ നമ്മൾ സാധ്യത. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ തന്നെ ഒരു ലോകം കെട്ടിപ്പടുത്ത് അതിൽ മാത്രം വ്യവഹരിക്കുന്നവരായിട്ട് മാറും. അങ്ങനെയാകരുത്. നമ്മുടെ ബലഹീനതകളിലാണ് ദൈവത്തിൻ്റെ ശക്തിയെ നമ്മൾ തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ വീണു പോകും, നമുക്ക് ബലഹീനതകളുണ്ടാകും, പരാജയങ്ങളുണ്ടാകും. അവിടെയൊക്കെ നഷ്ടധൈര്യരാകാനോ പാപമൊക്കെ എല്ലാവരും ചെയ്യുന്നതല്ലേ, അങ്ങനെ ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റിലോട്ടൊന്നും വരാതെ, പാപം ചെയ്താൽ എൻ്റെ കർത്താവേ, എനിക്ക് പറുദീസ നഷ്ടമായി, ഈ സൗഭാഗ്യം എനിക്ക് നഷ്ടമായി എന്ന് മനസ്സിലാക്കി തിരികെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരാനുള്ളൊരു മനോഭാവം നമുക്ക് വേണം. നമുക്ക് ഹൃദയം തുറന്നൊരു ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ.